അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിൽ വളരെയധികം സങ്കടത്തിലാണ്. അതെ, തൻ്റെ പൊന്നു ഉമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇത്താത്തയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഷാമിലിന് വല്ലാത്തൊരു വിഷമാണ് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടായത്. കാരണം അത് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥ. ഭക്ഷണങ്ങളെല്ലാം എളാം ഇവിടെ ഒളിപ്പിച്ചു വെച്ചോ എന്തോ അറിയില്ല. എന്നും ബാക്കിയായി കുറെ പുറത്തേക്ക് ഇടുമ്പോൾ ഉപ്പയാണ് ചീത്ത പറയാറുള്ളത്. സുലേഖ, എന്താ ഈ കാട്ടണത്? ഇത്രയും ഭക്ഷണം വെച്ച് വിളമ്പിച്ച് വെറുതെ കേടുവരുത്തണോ? ആ കുട്ടി നയിച്ചു കൊണ്ടുവരാൻ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയധികം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണത്. ഇത്ര സാധനമൊക്കെ ഈ വെറുതെ ഓർഡർ ചെയ്തിട്ടും ഉണ്ടാക്കിയിട്ടും ഓരോന്ന് കാട്ടിക്കൂട്ടി പുറത്തേക്ക് ഇങ്ങനെ ഇടേണ്ട അവസ്ഥ. എന്തിനാണിത്? ആവശ്യത്തിന് വെച്ചാൽ പോരെ? ആവശ്യത്തിന് വെക്കുക, കണക്കിലേറെ വെച്ച് കേടെടുത്തണ്ട. ഒരു കാലത്ത് നമ്മൾ പട്ടിണിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടായത് എന്ന് കരുതി നമ്മൾ ദൂർത്തടിച്ച് കളയാൻ പാടില്ല. ഏത് സമയം പഠിച്ച റബ്ബ് നമ്മൾ പരീക്ഷിക്കും. അതെ, മിണ്ടാണ്ട് അവിടെ ഒരു ഭാഗത്ത് കുത്തിയിരുന്നോളി. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ലാതെ നിങ്ങളെ മോൻ അയക്കണ പൈസ എന്ന് വിചാരിച്ചു കണ്ട് ഞാൻ കണക്കിലേറെ കാട്ടിക്കൂട്ടും. പിന്നെ വെക്കും വിളമ്പും വേണ്ടേ? വെക്കാഞ്ഞാലും കുറ്റാണല്ലോ നിങ്ങൾക്ക് ഇവിടെ. നിങ്ങൾ ഓരോന്ന് എന്നോട് പറയാൻ നിൽക്കണ്ട. എനിക്കറിയാം ഇവിടെ എന്താ വേണ്ടിയെന്നുള്ളത്. ഇവിടുത്തെ കാര്യം നോക്കുന്നത് ഞാനാണ്. മനസ്സിലായല്ലോ? സുലേഖ, എന്നാലും കുറച്ച് കരുതുന്നത് നല്ലതാണ്. നമ്മൾ പഠിച്ച റബ്ബിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ എത്ര പട്ടിണി പാവങ്ങൾ പല രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓലൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് അതെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അനക്കറിയോ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ തുടങ്ങി. നിങ്ങൾ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇത് കേൾക്കന്നെ വേണം. അതെ, പാവപ്പെട്ടൊരു മനുഷ്യൻ ജോലിക്ക് വരികയാണ് ഒരു വീട്ടിക്ക് ജോലിക്ക് വന്നപ്പോഴേ അന്ന് അവിടെ അവരുടെ മകൻ്റെയോ മകളുടെയോ ആരുടേതൊക്കെ കല്യാണമാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ ജോലിക്ക് അയാൾ കയറിയിട്ട് കുറച്ച് ദിവസമായിക്കണ്. ഒരുപാട് ചോറ് ബാക്കി വന്നു. ഒരുപാട് ചോറ് എന്ന് വെച്ചാൽ അത് നല്ല നല്ല വലിയ ആ റൈസ് ഉണ്ടല്ലോ, മന്തി റൈസ്, ബസുമതി അരി എന്നൊക്കെ പറയണേ, ആ സൈസ് അരി കൊണ്ടായിരുന്നു ബിരിയാണി വെച്ചിരുന്നത് കുറേ. അങ്ങനെ ഒരുപാട് ചോറ് ബാക്കിയായി. വലിയ കല്യാണമായിരുന്നു. എന്നാൽ അവസാനമായിട്ട് ഈ ജോലിക്കാരനോട് പറയാണ് അവിടുത്തെ ആള്, കുറേ ചോറ് ബാക്കിയില്ലേ, വലിയ കുഴി കുത്തിയിട്ട് ആ ചോറ് അതിലിട്ട് മൂടുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരാൾ, അയാൾക്കതിന് കഴിയണില്ല. കുഴിയൊക്കെ അയാൾ കുത്തി കൊടുത്തു, വലിയ കുഴി കുത്തി. കാരണം അത്രക്കും കിൻഡൽ കണക്കിന് ചോറാണ് ബാക്കി. അത്ര കണക്കിലേറെ വെച്ച് കൂട്ടിയിട്ട് മനുഷ്യന്മാർ തിന്നിട്ടും കഴിയണില്ല. എന്നാൽ അതിലേക്ക് ആ ചോറ് വലിയൊരു ചെമ്പ് കൊണ്ടുവന്ന് അത് ആ വലിയ കുഴിക്ക് കൊണ്ട് തട്ടുകയാണ്. തട്ടിയിട്ട് ഈ ജോലിക്കാരനോട് പറഞ്ഞു, ഇറങ്ങ്, ചോറിൽ ഇറങ്ങിയിട്ട് ചവിട്ടി താഴ്ത്ത് അത് താഴേക്ക്. എന്നാലാണ് അടിക്ക് അമർന്നു പോവുള്ളൂ. എന്നാലേ അടുത്ത ചെമ്പ് ചോറിടാൻ പറ്റുള്ളൂ അതിൽ. കാരണം വലിയ വലിയ ഒരുപാട് ബിരിയാണി ചെമ്പുകൾ ബാക്കി ഉണ്ടായതുകൊണ്ട് കുഴിച്ചു മുടഞ്ഞ കേട് വന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത് സ്മെല്ലൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നാളെ ആകുമ്പോഴത്തേന് കേട് വരും. ഇന്ന് തന്നെ ആ പുതിയ ചോറിനിട്ട് മൂട്. അയാളോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അതെ, ആ ബസുമതി നല്ല അരിൻ്റെ ചോറിൽ ഇറങ്ങി ചവിട്ട് താഴ്ത്ത് എന്ന് പറഞ്ഞ സമയത്ത് ഇയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചു വരികയാണ്. അതെ, കണ്ണുനീരുകൊണ്ട് അയാൾക്ക് കഴിയണില്ല. ആ ചോറിലേക്ക് കാല് വെക്കാൻ അയാൾ കഴിഞ്ഞില്ല. എന്നെക്കൊണ്ട് കഴിയൂല മുതലാളി, അത് മാത്രം നിങ്ങൾ പറയില്ലേ എന്ന് പറഞ്ഞു. ആർക്ക് കഴിയൂലേ, മറ്റൊന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളി എന്താട്ടി മറ്റൊരാളെ ഇറക്കി ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. എന്നാൽ ഇയാളുടെ ഹൃദയം പൊട്ടിപ്പോവാണ്. കാരണം എന്താ, അയാളെ പൊന്നുമോള് മരിച്ചത് അതെ ഭക്ഷണം കിട്ടായിട്ടായിരുന്നു. അത്രങ്ങും പട്ടിണി കൊണ്ട് ഇടങ്ങാറായി. അതെ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിയണില്ല. ജോലിയില്ല, കൂലിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോയതായിരുന്നു അയാളും അയാളുടെ ഭാര്യയും പൊന്നുമോളും. എന്നാൽ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനില്ലാതെയായിട്ട് അതെ ആ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു പോകുകയായിരുന്നു. അതെ, ആ പൊന്നുമോളുടെ മുഖമാണ് വന്നത്. ഒരു നേരത്തെ ഒരു പിടി ആഹാരത്തിന് വേണ്ടി എൻ്റെ പൊന്നുമോൾ അന്ന് പിടഞ്ഞത്, അന്ന് കരഞ്ഞത്.
അതെ, ദൂരേക്ക് ഞാൻ പോയി എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇല്ല, ആരും തരൂല, എല്ലാവരും ആട്ടിയകറ്റും. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അയാൾ ഇങ്ങോട്ട് എത്തുന്നത്. ഈ ഒരു വീട്ടിലെത്തിയപ്പോഴേ അതാ ആ ഒരു അവസ്ഥ, ആ ചോറ് ചവിട്ടി താഴ്ത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ അവസ്ഥ തൻ്റെ പൊന്നുമോളെ മുഖമാണ് മനസ്സിലേക്ക് വന്നത്. മതി, നിങ്ങളൊരു പ്രസംഗം വയലും അല്ലടി. ഞാനത് നിന്നോടൊരിക്കലും ഇല്ലാത്ത സംഭവം പറയില്ല, ഉള്ള സംഭവമാണിത്. ഭക്ഷണത്തെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. ഭക്ഷണം നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ അള്ളാഹു നൽകുന്നതാണത്. നമ്മൾ ഒരിക്കൽ പോലും ആ ഭക്ഷണത്തെ കുറവായിട്ട് കാണരുത്, ബഹുമാനിക്കണം. നല്ല രീതിയിൽ കുറച്ച് മാത്രം വെക്കുക, കഴിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കുക. നമ്മളൊരിക്കലും വെറുതെ വേസ്റ്റാക്കി പുറത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. എന്നാൽ അപ്പോഴും എളാമ അദ്ദേഹത്തെ ചീത്ത പറയുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാമിലിന് ഓർമ്മ വന്നത്. എളാം ഒരിക്കൽ പോലും ഭക്ഷണം വെക്കാതിരിക്കൂല, വെക്കും. പക്ഷേ ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ അത് ചെയ്തു. ഒന്നുകിൽ അത് കോഴിക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ മണ്ണിലിട്ടു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു. അല്ലാതൊരിക്കൽ പോലും ഇവിടെ ഇങ്ങനെ ഭക്ഷണം ഇല്ലാതിരിക്കാൻ വഴിയില്ല. അതെ, തന്നെ ഒന്ന് പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നാൽ ആ രാത്രി ഷാമിൽ അതാ പട്ടിണി കിടന്നു എന്ന് തന്നെ പറയാം. ഒന്നും ഭക്ഷണം പുറത്ത് വെക്കാത്ത അവസ്ഥ. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നില്ല. ഷാമിൽ വിശന്നിട്ടാണെങ്കിലും അല്പം വെള്ളം കുടിച്ച് അവൻ റൂമിലേക്ക് ചെന്ന് അവന് ഉറക്കം വരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനാണ് ഓർമ്മ തന്നെ. പഠിച്ചോനെ, എൻ്റെ ഉമ്മാനക്ക് കുറച്ചും കൂടി ആയുസ് നീ നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ് ഷാമിൽ. വിചാരിച്ചു, എത്ര പൈസ ഉണ്ടായിട്ടും എന്താ റബ്ബേ, സ്നേഹിക്കാൻ ആൾ വേണ്ടേ. അതെ, പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്നേഹിക്കാനുള്ള എൻ്റെ ആ പെങ്ങളെയൊക്കെ ഒന്നും കൊടുക്കണോ, ഒന്നും പറ്റൂല. പെങ്ങൾക്കുള്ള സാധനം കൊണ്ടു കൊടുത്തതിന് ശേഷം എളാമാക്ക് എന്നോട് വലിയ ദേഷ്യമാണ്. ആ രാത്രി കുറേ നേരം വൈകിയിട്ടാണ് ഷാമിൽ ഉറങ്ങിയത്. എന്നാൽ നേരം വെളുത്തു. സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഒരു ചായ പതിവായിരിക്കും. അത് കിട്ടാറുണ്ട്, അത് കുടിക്കാറുമുണ്ട്. എന്നാൽ അന്ന് കോലായിൽ പത്രം വായിച്ചിരുന്നപ്പോഴും ഷാമിലിനെ ഒന്ന് വിളിക്കുകയോ പറയുകയോ ചെയ്തില്ല. അവർ ചായ കുടിക്കുന്നു. അതെ, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഷാമിൽ നിസ്സഹായനായി അവിടെ നിന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും ആ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരിക്കാൻ അവന് അനുവാദമില്ലായിരുന്നു. എളാമയും മക്കളും എന്തൊക്കെ കഴിക്കുന്നു, ഉണ്ടാക്കുന്നു, ചെയ്യുന്നു. പക്ഷേ തൻ്റെ ഉപ്പയും അതാ ചായ കുടിക്കുന്ന ആ ഒരവസ്ഥ. ഉപ്പയ്ക്കെന്നാൽ ഏറ്റവും അവസാനമായാണ്, അതേ, ചായ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി, അങ്ങോട്ട് കൊടുന്നു തരാനൊന്നും ആവില്ല, നിങ്ങളെ തടി കൂടി പോകും, പിന്നെ ഒന്നും കൂടി നിങ്ങൾക്ക് അസുഖം കൂടും, ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വരാൻ നോക്കി. പക്ഷേ ഉപ്പാക്ക് ശരിക്കും എഴുന്നേൽക്കാനോ നടന്നു വരാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതെ, അദ്ദേഹം പതുക്കെ എഴുന്നേൽക്കാൻ നോക്കി. എന്നാൽ ആ സമയത്ത് അദ്ദേഹം വീഴാൻ പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഷാമിൽ അത് കേട്ടു. അതെ, എൻ്റെ നടക്കാൻ കഴിയാത്ത ഉപ്പ പിന്നെ എങ്ങനെ അങ്ങോട്ട് നടന്നു ചെല്ലും? ഈ എളാമയുടെ വിചാരം എന്താ? കേൾക്കണുണ്ടോ? മാണി അങ്ങോട്ട് പോരീന്ന്. എന്താ ഇപ്പം ഇതിങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് തൊള്ളിക്ക് തിരികാനൊന്നും ആവൂല. ഇതിപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നല്ലേ, എന്നെ കൊണ്ടാവൂല, ഞാൻ പറഞ്ഞേക്കണല്ലോ. ആ പിതാവ് അതെ വളരെയധികം നിസ്സഹായനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം മോനെ എന്നുള്ള ആ ഒരു വിളി, അതെ അത് പതുക്കെയായിരുന്നു, മോനെ. എന്നാൽ അപ്പോഴേക്കും ഷാമിൽ ഉപ്പയുടെ റൂമിലേക്ക് എത്തിയിരുന്നു. ഉപ്പ, മോനെ, ഉപ്പാനെ കൊണ്ട് കഴിയൂലല്ലോ മോനെ ഒരടി നടക്കാൻ, ഉപ്പാൻ്റെ ശരീരമൊക്കെ തളർന്നു പോയ ഇതിരല്ലേ. ഉപ്പ, എൻ്റെ ഉപ്പ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഉപ്പാക്ക് എന്താ വേണ്ടത് ഞാൻ വാങ്ങിത്തരൂലേ. പക്ഷേ ഹോട്ടൽ ഭക്ഷണം അത് ഉപ്പാക്ക് വലിയൊരു താല്പര്യം ആദ്യമേ ഇല്ലായിരുന്നു. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാകുമ്പോൾ അതായിരിക്കും നല്ലത് എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായി കഴിഞ്ഞാലും എപ്പോഴും അതിന് വളരെയധികം പിരാക്കാണുള്ളത്. അതെ, അത് പ്രാഗിക്കൊണ്ടാണ് കൊണ്ടുവരാറുള്ളത്. അഥവാ അറിയാതെ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒന്നെങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചീത്തയോട് ചീത്ത. ചുരുക്കി പറഞ്ഞാൽ ജീവിതം തന്നെ മടുത്തു എന്നൊരു തോന്നൽ വരും. എന്നാൽ ഷാമിൽ ഉപ്പയുടെ അരികിലേക്ക് എത്തി. ഉപ്പ, മോനെ, ഉപ്പാൻ്റെ കുട്ടി ചായ അടിച്ചോ?
ഉപ്പ ഞാൻ കുടിച്ചോളാം. അപ്പോൾ എൻ്റെ കുട്ടി പോയി കുടിച്ചോളി കേട്ടോ. വേണ്ടപ്പാ. എന്നാൽ ആ പിതാവിന് വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം വീണ്ടും വിളിക്കുന്നു. ഇങ്ങോട്ട് പോരി മനുഷ്യങ്ങളെ നീച്ച് നടന്നോക്കി. ഇതിങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ശീലിക്കണം നിങ്ങൾക്ക്. ഇനി എന്നെ കൊണ്ടാവൂല കേട്ടോ നോക്കാൻ. കുറേ നോക്കിക്കണ്, മതിയായി. എന്നാൽ ഷാമിലിനത് സഹിച്ചില്ല. അവൻ തന്നെ നേരിട്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് ഉപ്പാക്കുള്ള ഭക്ഷണം എടുത്ത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് എളാമ, നാണല്ലല്ലോ ഇങ്ങനെ കട്ടുകൊണ്ടു പോകാൻ ഭക്ഷണം. ഒരു നിമിഷം ഷാമിൽ ഞെട്ടിപ്പോയി. ഇത് ഉപ്പാക്കാണെങ്കിലും മോൻക്കാണെങ്കിലും ഒന്ന് ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഒരു നിമിഷം ഷാമിലിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, ഇത്രമാത്രം ദേഷ്യപ്പെടാൻ. ഒരു നിമിഷം അറിയാതെ അവൻ ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവിടെ വെച്ചു. അതെ, അവനത് എടുക്കാൻ കഴിഞ്ഞില്ല. അത്രക്കും അട്ടഹസിക്കുന്ന രീതിയിലായിരുന്നു എളാമയുടെ വർത്താനം. അതെ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ അനുസരിച്ച് നിൽക്കണം, അല്ലാതെ പറയണേൻ്റെ അപ്പുറം ചെയ്ത് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനേ. ഇവിടെ ആർക്കും ഒഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാനോ ഞാനല്ല ഇവിടെ. ഇത് ഞാൻ എല്ലാവർക്കും ഒഴിഞ്ഞതല്ല. നിങ്ങളൊക്കെ തോന്നും പോലെ കാട്ടുക, അതിനുള്ളതല്ല ഞാനിവിടെ. ഞാൻ ഭക്ഷണം ഇവിടെ വെക്കണേ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ എൻ്റെ സുഖമില്ലാത്ത തന്തക്കും അനക്കും വേണ്ടിയിട്ടൊന്നല്ല. മനസ്സിലായല്ലോ? അതെ, ആ സ്ത്രീയുടെ ആ ഒരു വാക്ക് കേട്ട് ഷാമിലിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ എന്നെ ഒക്കെ, പക്ഷെ എൻ്റെ ഉപ്പാനെ പറയുന്നത് എനിക്ക് സഹിക്കണില്ലല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. ആ പിതാവിനെ അത്രയധികം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ട് ആ പിതാവ് ആ റൂമിൽ കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിതാവിൻ്റെ അരികിലേക്ക് വെറുതെ നടന്നു വരുന്ന ഷാമിൽ, മോനെ വേണ്ടടാ, ഒന്നും വേണ്ട, മതിയായി, വയറ് നിറഞ്ഞു, എന്നത്തേക്കുള്ളതായി. ഉമ്മാൻ്റെ സ്നേഹമൊന്നും ഉണ്ടാവില്ലടാ ഏതൊരെളാമാക്കും. എന്തായാലും സാരല്ല, ഉപ്പാക്ക് ഒന്നും വേണമെന്നില്ല, കുറേ ഗുളിക കുടിക്കാണ്ടല്ലോ, അതെങ്കിലും കുടിച്ച്. എന്നാൽ ഷാമിൽ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു. പഠിച്ചോനെ, ഹോട്ടൽ ഫുഡ് അത് ഉപ്പാക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, എവിടെങ്കിലും നാടൻ ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ അവനൊരു തട്ടുകടയിൽ നിന്ന് അല്പം ഭക്ഷണം വാങ്ങി. അതെ, അത് ശരിക്കൊരു വീട്ടിലുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്, സാധാരണത്തെ നാടൻ. നേരെ ഉപ്പയുടെ അരികിലേക്ക് അതും വാങ്ങി കൊണ്ടുവന്നു. എന്നാൽ ഉപ്പയ്ക്ക് അത് അവൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. ഉപ്പ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അതെ ആ ഉപ്പ അത് സന്തോഷത്തോടു കൂടി കഴിച്ചു. മോനെ, നല്ല രസമുണ്ടല്ലോ ഉപ്പ, ഇത് കഴിക്കേ. അങ്ങനെ ഉപ്പാക്ക് അവൻ ഹോട്ടൽ ഫുഡ് കൊണ്ടുപോയി കൊടുത്തു. അവൻ വണ്ടിയിൽ ഇറങ്ങി പോകുന്നതും വരുന്നതും അതെ സുലേഖ താത്ത കണ്ടു. പെട്ടെന്ന് അവർ ഇടിച്ചു കയറി റൂമിലേക്ക് കയറിക്കൊണ്ടുവന്നു. അതെ, ഇജ് കണ്ട ഹോട്ടൽ ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ അസുഖമായി കിടന്ന ഞാൻ തന്നെ ഇത് പേറാണ്ടാവുള്ളൂ. ഇജാണ്ട് പോകുന്നോ നാളെ? പിന്നെ എന്ത് കരുതിയിട്ടാ? എനിക്ക് കൊല്ലാനാ പ്ലാനിങ്? കൊല്ലാനാണ് എനിക്ക് വിഷം കൊടുത്തുവിടാ. ശരിക്കും ഇളാമ്മയുടെ ഒരു വാക്ക് കേട്ട് ശരിക്കും ഉപ്പയും ഞെട്ടി, ഷാമിലും ഞെട്ടി. സുലേഖ, അടങ്ങി നിൽക്ക്. എൻ്റെ കുട്ടി എനിക്ക് വിശന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നത് ആണോ അനക്കുള്ള കുറ്റം? അങ്ങനെ മരിക്കണേ മരിക്കട്ടെ, എന്നാലും എൻ്റെ ഇടയിൽ നിന്നാണ് കഴിച്ചില്ലാവാലോ. എന്താ സ്നേഹം ഇപ്പോൾ ബാപ്പാൻ്റെയും മോൻ്റെയും. മോൾക്കേ വലിയൊരു പെട്ടി സാധനമാണ് കൊണ്ടേ കൊടുത്തത് നിങ്ങളെ മോന്. ഒന്ന് നോക്കട്ടെ ചോദിച്ചപ്പോൾ പോലും സമ്മതിച്ചില്ല. അനക്കും കൊണ്ടുവന്നില്ലേ ഓന് കുറച്ച് കൂടുതൽ, പിന്നെന്തിനാ എൻ്റെ മോൾക്ക് കൊടുത്തില്ലേ? എൻ്റെ മോളും 4-5 മക്കളും അവിടെ കഴിയുന്നത് അവർ കഴിഞ്ഞോട്ടെ, ജോലിയും കൂടി ഇടങ്ങാറാക്കണ്ട. തൻ്റെ നാവിനൊരു കുറവില്ല. ഇതിനപ്പോൾ ഞാനിവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും എടുത്തു വെച്ച വലിയ കണക്കും കുറ്റും അവിടെ കൊണ്ടേക്കടച്ച് കുറഞ്ഞ സാധനങ്ങളൊക്കെ ആർക്ക് വേണം എൻ്റെ നക്കാപ്പിച്ച? സുലേഖ, അടങ്ങ്. ഇതെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടും എനിക്കും എൻ്റെ മക്കൾക്കും ഇഷ്ടം പോലെ ജീവിക്കാൻ പൈസ കൊണ്ടുവന്ന് ഇവിടെ വാരി എറിഞ്ഞിട്ടും എനിക്ക് ഓനോടൊരു തരി സ്നേഹമില്ലല്ലോ. സ്നേഹം എങ്ങനെ ഉണ്ടാകുക? എല്ലതും അങ്ങനെ നിൽക്കണേ. ഇത് കണ്ടില്ലേ,
ഇന്നലെ കൊണ്ടുപോയ പെട്ടി എൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല. എത്രങ്ങാനും സാധനം ഉണ്ടാവും അത്. അത് ആയിക്കോട്ടെ, അനക്ക് വേണമെങ്കിൽ അനക്കും കിട്ടുമല്ലോ. അങ്ങനെ എനിക്ക് വേണ്ട ഓൻ്റെത്. എന്നാലും എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തീരെ ഒരു വില കൽപ്പിച്ചില്ല. മുഴുവനായിട്ടാണ് കൊണ്ടുപോയിട്ടെടുത്ത്. എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിനുള്ളിൽ ഉണ്ടാവുമായിരുന്നു. എല്ലാം കൊണ്ടുപോയില്ലേ. അങ്ങോട്ട് ഇതാകട്ടെ. അതേ ഷാമിലെ, എനിക്കൊരു കാര്യം പറയാണ്ട്. ഈയെങ്ങാനും ഇനി എൻ്റെ ബാപ്പാനെ വിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരാളിവിടെ ആക്കി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞു തരണ്ട്. ഇജി വെല്ലം കിട്ട കല്യാണത്തിന് മുങ്ങാനൊന്നും നോക്കണ്ട. അനക്ക് വേഗം ഓളെ കെട്ടിക്കോ, അതാ നല്ലത്. ഞാൻ പറഞ്ഞേ ഓളെ. എളാമ ഒരു നിമിഷം അവനോട് ചൂടായപ്പോൾ അവനും അല്പം ദേഷ്യം പിടിച്ചു. എളാമ, ആ പെണ്ണിന് താല്പര്യം എന്നുള്ളത് പിന്നെ ഇപ്പം ഞാനായിട്ടിപ്പോൾ എന്താ? ഓ, ഇപ്പം അങ്ങനെ ആയി. എന്ത് രണ്ടാളും കൂടി ഒത്തോ? എനിക്കൊരു സംശയമുണ്ട്. രണ്ടാളും കൂടി ഒത്തുക്കണം, എനിക്കൊരു സംശയമുണ്ട്. നടക്കൂല മോനെ, കെട്ടിക്കോ ചിലക്കാതെ. എൻ്റെ തന്തനെ നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ. ഷാമിലിനെ ഒരു നിമിഷം ഭയം തോന്നി. അതെ, എൻ്റെ പിതാവിനെ അവരെന്ത് ചെയ്യാനും മടിക്കൂല. അതെ, അവർക്ക് മടുത്തിട്ടുണ്ട് നോക്കി നോക്കി. പിന്നെ പാവം എന്താ ചെയ്യുക, എൻ്റെ ഉപ്പാക്ക് ഈ ഒരു അവസ്ഥ പറ്റങ്ങ് തളർന്നു പോയി. അല്ല, അല്ലെങ്കിൽ പഠിച്ചോനെ, ഞാൻ എന്തെങ്കിലും എൻ്റെ കുട്ടി പഠിച്ചോനെ, എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ റബ്ബേ ഒരിക്കലും ഒരു പ്രയാസമില്ലാതെ നോക്കിയിരുന്നു. ഇതിപ്പോൾ ഇവരെ ആയിപ്പോയി. അതാണ് സംഭവം. ശരിക്കും അതാ ഷാമിൽ സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം. തൻ്റെ പിതാവിനെ ഓർത്ത്. തൻ്റെ പിതാവിനെ അതെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ, അത് ശരിയാണോ? പെങ്ങളുടെ വീട്ടിലേക്ക് ശരിയാണ്. അവിടെ തന്നെ ഒരു വയസ്സായ ഉമ്മയും ഉപ്പയും അവരുണ്ട്. പിന്നെ ഇത്താക്ക് 4-5 മക്കളും അളിയനും പിന്നെ എൻ്റെ ഉപ്പയും കൂടി ആകുമ്പോഴേ അവർക്ക് ഒരു ബുദ്ധിമുട്ടായൂലേ? അല്ല, ബുദ്ധിമുട്ട് ആയിത്തീരും. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാം? റഹ്മാനെ, എൻ്റെ ഉപ്പയെ വിട്ട് ഇനി ഒരിക്കലും ഞാൻ പോകാതിരുന്നാലും പറ്റൂല. അതെ, എൻ്റെ ഈ വീടിൻ്റെ ചിലവ്, കാര്യങ്ങൾ, ഉപ്പയുടെ മെഡിസിന്, മരുന്ന്, ഒരുപാട് ചിലവുകളുണ്ട്. പക്ഷേ എന്താ ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ സുലേക്ക് വിളിക്കുന്നു ജ്യേഷ്ഠത്തിക്ക്. ഹലോ താത്ത. ആ, എന്തേ സുലോ? അല്ല, റസിയ എവിടെ? റസിയ അവിടെ ഉണ്ട്. ഓളെന്താ ഒരു മിണ്ടാട്ടില്ലാത്ത മാതിരി നിൽക്കണ്. പെണ്ണ് കണ്ടു പോയതിനു ശേഷം എന്താന്നാവോ ഓളിങ്ങനെ പറയന്നെ. ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ കാട്ടാൻ പാടുന്ന ചെറിയൊരു ചെക്കനല്ലത്. നല്ല നല്ല ചെറിയ പെൺകുട്ടികളെ കിട്ടണതല്ലേ ഓനെ. നിങ്ങൾ എന്ത് ചതിയാ കാണിക്കണത്? ഓൻ്റെ വലിയ എത്താത്താൻ്റെ പ്രായമുള്ള എന്നെയാണ് ഓനെ കൊണ്ട് കെട്ടിക്കണേ. നിങ്ങൾക്ക് തീരെ ഒരു ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത അറിയണ്ട്. ആഹാ, അങ്ങനെ ചീത്ത അറിയണ്ട. ഓൾക്ക് മാനമര്യാദയിൽ അവിടെ നിന്നൂടെ? അതൊന്നല്ലടി, ഓളെ മനസ്സിൽ വേറെ ആരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതാണ്, അതിന് നമ്മൾ സമ്മതിക്കൂല. അതാണെങ്കിലേ പറ്റേ ഒരു പാവപ്പെട്ട ഒരു ചെക്കനാണ്. അങ്ങനെ എന്തിനാ അപ്പം അങ്ങനത്തെ നമ്മളെക്കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമുള്ളവരെ കൊണ്ട് കെട്ടിക്കണം. അല്ലാതെ വെറുതെ കെട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ഈ കൂലിപ്പണിക്കാരെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞാലേ അതൊക്കെ വലിയ പ്രശ്നമായി തീരും. പിന്നെ പൈസ ഉണ്ടാവില്ല, നമ്മൾ തണ്ടേണ്ടി വരും എല്ലാത്തിനും. ഇത് നല്ല പണക്കാരൻ ചെക്കനാണ്. ഷെയ്ക്കിൻ്റെ ഒപ്പമാണ് പണി. കാര്യമായിട്ട് പണി അവിടെ നോക്കിയെടുത്തിന്. അവിടുത്തെ മാനേജറായൊക്കെ നിൽക്കുകയാണ്. പിന്നെ ആ തള്ളാണെങ്കിൽ നല്ല ഇപ്പോൾ അതാ കുറേ കൊടുത്തയച്ചിക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പൊന്നാര താത്ത എത്ര സാധനമാണ് കൊടുന്നേണ്ടതെന്നോ. ഞാൻ നിങ്ങൾക്കുള്ളതൊക്കെ എടുത്തുവെച്ചിക്കണേ. പിന്നെ പിറ്റേ 2 ദിവസം കഴിഞ്ഞേക്ക് ഞാൻ ഓൻ്റെ പെങ്ങക്ക് ഒരു തരി സാധനം കൊടുത്തില്ല. ഒരു തരി എന്ന് വെച്ചാൽ എനിക്കത് ഇഷ്ടമില്ല. ഞാൻ കൊടുത്തില്ല. 4-5 മക്കളെ ഇട്ടുണ്ട് വലിച്ചിങ്ങോട്ട് വന്നിക്കണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വരെ വിളിച്ചിട്ടില്ല. പക്ഷെ എന്താട്ടി എന്താ സാധനം എന്നോ. ഇവന് അപ്പോത്തിന് എന്തെനിക്കറിയില്ല, വലിയൊരു പെട്ടിയത് 2 ദിവസം കൊണ്ടിട്ട് ഇന്നലെ ഇങ്ങോട്ട് എത്തിക്കണേ. എന്നിട്ട് ഞാൻ ഇത് എന്താ ഏതാ ചോദിച്ചിട്ട് മിണ്ടണില്ല. പേര് കാണിച്ചില്ല. ഇത് കുഞ്ഞോൾക്കും കുട്ടികൾക്കോ അങ്ങനെ എഴുതിയും വെച്ചിക്കണം. ആർക്കറിയാം തന്നെ എഴുതിയതാണാവോ, എനിക്കറിയില്ല. റബിച്ച് തള്ളായിട്ട് കൊടുത്തയച്ചതേക്കോ. എന്നിട്ട് കുറേ സാധനത്തിൻ്റെ വലിയൊരു പെട്ടി തന്നെ. സത്യം ആണെങ്കിൽ മതി. എത്രങ്ങാനും വലിയ ചെറിയ ഗുഡ്സിലൊന്നും കൊള്ളൂല. വലിയ വീതിയുള്ള മറ്റേ വണ്ടി ഉണ്ടല്ലോ,
അതിലാണ് കൊണ്ടുപോയിക്കണത്. അതിൽ 2 പണിക്കാരുണ്ട്. ഓരെല്ലാവരും കൂടി താങ്ങി കയറ്റി പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇറക്കി കൊടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരു അക്ഷരം ഓനോട് മുണ്ടിയില്ല. ഓനെ ഒരു ഭക്ഷണം ഞാൻ എടുത്തുവച്ചില്ല. ഒക്കെ ഞാൻ ഉണ്ടേനു ബാക്കിയാണ്ട് കളഞ്ഞു. ഞാൻ കഞ്ഞിവെള്ളത്തിൽ കണ്ടിട്ടു ഉണ്ടേനു എല്ലേ ചോറും കൂട്ടാൻ എല്ലാം ഉണ്ടേനു ഇവിടെ. പക്ഷെ ഞാൻ ഒരു സാധനം പെടുന്ന പച്ചവെള്ളം കൊടുക്കൂല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ പറഞ്ഞ ഓൻ എടുക്കൂല. പിന്നെ ഇപ്പം എന്തിനാ, ആർക്ക് വേണ്ടിയിട്ട്? അവനാണ് പൊയ്ക്കോട്ടെ പങ്ങളോടുക്ക്. അവിടെ കയ്യേനു ഓൽക്ക്. അയാളും അങ്ങനെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളല്ലേ. ഏതായാലും ഇവനെ അങ്ങനെ കാട്ടി. രാവിലെ തന്നെ ഞാൻ എന്താട്ടി ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. തന്തക്കും കൊണ്ടുപോയി കൊടുത്തില്ല. തന്തക്ക് ഇതിങ്ങനെ റൂമൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എപ്പോഴും ഇങ്ങനെ. അതിന് എന്നെ കൊണ്ട് പറ്റിയില്ല. അതിനെന്താട്ടി പിന്നെ ഓനുണ്ട് ഹോട്ടലത്തതൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ നല്ലോണം ചീത്തറിന് ഇജ്ജ് ഹോട്ടലത്ത് അതും കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നെക്കൊണ്ട് ഇവിടെ നോക്കാൻ കഴിയൂല പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താന്നില്ല, അത്ര അഹങ്കാരം പാടില്ല. ഇപ്പോൾ തന്തനിട്ട് പോകുമ്പോൾ എനിക്കൊക്കെ അല്ല ലാഭം, എനിക്കൊക്കെ അല്ല അതിൻ്റെ ഇതൊക്കെ ഇതാക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, റസിയാനുണ്ട് കെട്ടിക്കൊടുന്നോ. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ താത്ത വേറെ പുറമക്കാർ പെൺകുട്ടികളെ കെട്ടിയാലെന്താവും, ഇവൻക്ക് കിട്ടുന്ന പൈസൻ്റെ പകുതി മുക്കാലും അങ്ങോട്ട് പോവും. പിന്നെ ഓളോ കുടുംബക്കാരും പെരക്കാരും നല്ല റാഹത്ത് കഴിഞ്ഞ് നമ്മളിവിടെ പട്ടിണിയാവും. അതിന് സമ്മതിക്കൂല. അതില്ലാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ കുടുംബത്തിൻ്റെ റസിയാനെ തന്നെ ഓനെക്കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കണത്. അങ്ങനെ കെട്ടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും, പൈസ ഒക്കെ എൻ്റെ ഇതിലേക്ക് തന്നെ അയച്ചോളും. മൂപ്പരിപ്പോൾ ഇവിടെ കെടുപ്പിലല്ലേ, ഇപ്പോൾ മൂപ്പര് അക്കൗണ്ടൊക്കെ ഒന്നുമില്ല എന്തിയൊക്കെ ആക്കിക്കണേ, ഇന്ത്യക്കണ്ട് വന്നോളൂ. ഇതിനിപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ പുറമക്കാർ പെൺകുട്ടികളാകുമ്പോൾ ഇതിലേക്കാണ്ട് പോവും. ഇത് റസിയാനെ പിന്നെ ഞാനാണ് പറഞ്ഞ നിലക്ക് നിർത്തിക്കൊണ്ട് ഓള് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അപ്രോള് ചെയ്യൂല. അപ്പോൾ അതല്ലേ നമുക്ക് നല്ലത്. അതിനെ കേൾക്കണ്ടേ. അപ്പോത്തിന് ഇങ്ങോട്ട് ഓല് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൾ റസിയാനോട്. ഒന്ന് ഫോൺ കൊടുത്താനുള്ള അടുത്ത് ഇന്നടി എൻ്റെ എളാമ്മയാണ്. ഹലോ, എന്താ എളാമ്മ? പൊന്നാര റസിയ, എനിക്കൊന്ന് ആലോചിച്ചൂടെ? എനിക്ക് പട്ടിണിയും പ്രാരാബ്ദത്തിലും ജീവിക്കണമാണോ എനിക്കിഷ്ടം, അതോ നല്ല പണക്കാരൻ ചെക്കൻ്റെ കൂടെ ജീവിക്കണം എനിക്കിഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്ക് എളാമ്മ. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? വെറും പണം മാത്രം ആഗ്രഹിച്ചാൽ മതിയോ? പിന്നെ എന്താടെ എനിക്ക് വേണ്ടി ആരെ വേണ്ടി കണ്ടുവച്ചേക്കണം അവിടെ? എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ എനിക്ക് നല്ല പണം നല്ല സ്വത്തും ഇതൊക്കെ ഉള്ളിടത്തേക്ക് തന്നെ കെട്ടിച്ചു. പക്ഷേ എനിക്ക് അവിടെ സുഖവും സമാധാനം ഉണ്ടായില്ല. എന്തായാലും എനിക്ക് അവിടെ സഹിക്കാൻ കഴിയായിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. ഓൽക്കൊരെന്നെ കളിയാക്കലും കാട്ടിക്കൂട്ടലും ഞാൻ അങ്ങനെ വിചാരിച്ചു. എനിക്കറിയാടി എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. ഇല്ല എളാമ്മ, ഞാനതൊന്നും എനിക്കറിയാം. എൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് ഏതോ ഒരു ചെക്കനെ ഇഷ്ടമാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുള്ളത് അത് എനിക്കറിയാം. അപ്പോൾ എന്താടി എനിക്കിതൊന്നും വേണ്ടേ? എളാമ്മ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമാണെന്നോ ഇഷ്ടമില്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഷാമിൽ ചെറിയ മോനാണ്, ഓനക്ക് നല്ല പെൺകുട്ടികളെ കിട്ടുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നെപ്പോലെ ഇത്ര മൂത്ത് വലിയ നരച്ച പെണ്ണുങ്ങളെ നിരക്ക് ഒരു 10, 26, 27 വയസ്സ് ഇത്ര വലിയ ഏറെടി. എന്നാലും ഓനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ തന്നെയാണ്. എൻ്റെ പൊന്നാര എളാമ്മ, ആ കുട്ടിക്ക് നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ. ഇന്നും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ഇടണ്ട. റസിയ, മര്യാദക്ക് സമ്മതിച്ചോ? എൻ്റെ ഭാവിക്ക് അതാ നല്ലത്. അല്ലാതെ ഇജ് കുറേ ഇങ്ങനെ ഇതായിട്ട് കാര്യമില്ല. എനിക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോ. അവൾ ഒന്നും മിണ്ടിയില്ല. പഠിച്ചോനെ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റബ്ബേ അല്ലാ, എങ്ങനെയെങ്കിലും ഷാമിലിനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ച് പോയി. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ ഷാമിലിനോട് ഒന്ന് സംസാരിക്കാൻ അവൾക്ക് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൾ പറഞ്ഞ് ഒഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഷാമിലിനെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആ ഒരു വിവാഹം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അവളുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. എനിക്കറിയാം എളാമാൻ്റെ അടുത്തെത്തിയാൽ ഞാനും ബുദ്ധിമുട്ടും. ശരി തന്നെയാണ്, എനിക്കറിയാം എൻ്റെ എളാമാനെ അത്ര നല്ല ആളൊന്നല്ല. അതെ, ആ പിതാവിനെ കഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കേൾക്കാമല്ലോ. ഞാൻ എപ്പോഴേലും തിന്നാൻ കൊടുക്കും, ചിലപ്പം കൊടുക്കൂല, ചിലപ്പോൾ അടിച്ചും അതിൻ്റെ ആ ഒരു വിളിയെ കേൾക്കുമ്പോൾ. അങ്ങനെയൊക്കെ ഉമ്മാനോട് പറഞ്ഞ് കേൾക്കാം. അല്ലാ പഠിച്ചോനെ, ആ ഒരു വീട്ടിൽ എളാമാൻ്റെ അടുത്തേക്ക് ഒരിക്കലും മരുമകളായിട്ട് ഞാൻ എത്തൂല. എത്തുകയാണെങ്കിൽ തന്നെ എനിക്ക് പേടിയാണ്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ സ്വഭാവം ശരിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്, എനിക്ക് അവരെ ഇഷ്ടമല്ല. അങ്ങനെയായിരുന്നു റസിയുടെയും ചിന്താഗതി. എന്നാൽ പാവം ഷാമിൽ ഇതൊന്നും അറിയുന്നില്ല. അതെ, ഷാമിൽ ആകപ്പാടെ ഇടങ്ങാറായി നിൽക്കുകയാണ് എളാമാൻ്റെ ഈ ഒരു കാട്ടിക്കൂട്ടലുകളിൽ നിന്നും.
അതെ, ശരിക്കും ഉപ്പയെ അത്യധികം ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും, ഭക്ഷണം നേരത്തിന് കൊടുക്കൂല, അങ്ങനെയൊക്കെ ആയിട്ട് ഷാമിൽ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അല്ലാ, എൻ്റെ ഉപ്പാനെ ഞാൻ എങ്ങനെ വെച്ചാൽ നോക്കൂ റബ്ബേ. പക്ഷേ എളാമാൻ്റെ ഇടയിൽ നിന്നാവുമ്പോൾ അതൊരു പ്രയാസമാണ് റബ്ബേ. അള്ളാഹുവേ, നല്ലൊരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് അല്ലാ. ഷാമിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.